ആധുനിക യുദ്ധക്കളങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന യുഎസ് സൈന്യത്തിന്റെ അതിമാരകമായ അദൃശ്യ ആയുധത്തെക്കുറിച്ചാണ് ഇനി. ഇന്നത്തെ യുദ്ധക്കളങ്ങളിൽ ഏറ്റവും വലിയ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വമ്പൻ ടാങ്കുകളോ ഫൈറ്റർ ജെറ്റുകളോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ കൺമുന്നിൽ വട്ടമിട്ട് പറക്കുന്ന ചെറിയ ഡ്രോണുകളാണ്. വെറും 1000 രൂപയുടെ ഡ്രോൺ ഉപയോഗിച്ച് കോടികൾ വിലയുള്ള യുദ്ധവിമാനങ്ങളെ തകർക്കുന്ന കാഴ്ച നമ്മൾ യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ കണ്ടതാണ്. എന്നാൽ ഈ ഡ്രോൺ ഭീഷണിക്ക് ഒരു അന്ത്യം കുറിക്കാൻ പോവുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി. വെടിയുണ്ടകളോ മിസൈലുകളോ ഇല്ലാതെ അദൃശ്യമായ തരംഗങ്ങൾ കൊണ്ട് ഡ്രോണുകളെ കരിച്ചു കളയുന്ന ഒരു പുതിയ ഡ്രോൺ കില്ലർ ആയുധം അമേരിക്ക വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ഇൻവിസിബിൾ വെപ്പൺ? ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയൊക്കെയാണ് നോക്കാം. നമുക്കറിയാം, പണ്ട് യുദ്ധം എന്നാൽ സൈനികർ മുഖാമുഖം നിൽക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്ന് കളി മാറി. സൂയിസൈഡ് ഡ്രോൺസ് അഥവാ ആത്മഹത്യാ ഡ്രോണുകൾ ഇന്ന് സൈന്യങ്ങൾക്ക് വലിയ തലവേദനയാണ്. ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഈ ചെറിയ ഡ്രോണുകളെ വെടിവെച്ചിടുന്നത് സാമ്പത്തികമായി വലിയ നഷ്ടമാണ്. അതായത് ഒരു കുഞ്ഞു കൊതുകിനെ കൊല്ലാൻ തോക്ക് ഉപയോഗിക്കുന്ന പോലെയാണിത്. ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനാണ് അമേരിക്കൻ സൈന്യം ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് അഥവാ ഊർജ്ജ അധിഷ്ഠിത ആയുധങ്ങളിലേക്ക് തിരിഞ്ഞത്. നമ്മുടെ വീട്ടിലെ മൈക്രോവേവ് അവന്റെ പ്രവർത്തനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേ ടെക്നോളജിയുടെ അതിശക്തമായ ഒരു രൂപമാണ് ഈ പുതിയ ആയുധം. ഇതിനെ HPM ഹൈ പവർ മൈക്രോവേവ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഈ ഉപകരണം പുറത്തുവിടുന്ന അതീവ ശക്തിയേറിയ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ വായുവിലൂടെ സഞ്ചരിച്ച് ഡ്രോണുകളുടെ സർക്യൂട്ടുകളെ നിമിഷ നേരം കൊണ്ട് കരിച്ചു കളയും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരേ സമയം ഒരു ഡ്രോൺ സ്വോം, അതായത് ഒരു കൂട്ടം ഡ്രോണുകളെ അല്ലെങ്കിൽ കൂട്ടത്തോടെ വരുന്ന ഡ്രോണുകളെ മുഴുവനായി നേരിടാൻ പ്രാപ്തമാണ് എന്നതാണ്. വെടിയുണ്ടയാണെങ്കിൽ ലക്ഷ്യം തെറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ മൈക്രോവേവ് തരംഗങ്ങൾ ഒരു നിശ്ചിത വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് ആ പരിധിയിൽ വരുന്ന സകല ഡ്രോണുകളും താഴെ വീഴും. അതും ശബ്ദമില്ലാതെ ആർക്കും കാണാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കും. അമേരിക്കൻ സൈന്യത്തിന് ഈ ആയുധത്തോടുള്ള താല്പര്യത്തിന് പിന്നിലെ പ്രധാന കാരണം ഇതിന്റെ കുറഞ്ഞ ചിലവാണ്. ഓരോ തവണ മിസൈൽ വിക്ഷേപിക്കുമ്പോഴും കോടികളാണ് ചിലവാകുന്നത്. എന്നാൽ മൈക്രോവേവ് ആയുധങ്ങൾക്ക് വൈദ്യുതി മാത്രമാണ് ആവശ്യം. കൃത്യമായ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. സൈനിക താവളങ്ങൾക്ക് ചുറ്റും ഒരു ഇൻവിസിബിൾ ഷീൽഡ് അല്ലെങ്കിൽ അദൃശ്യ കവചം തീർക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് US ആർമി ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ സാങ്കേതിക വിദ്യയും പോലെ ഇതിനും ചില വെല്ലുവിളികളുണ്ട്. പ്രധാനമായും ഇതിന്റെ റേഞ്ചാണ്. മിസൈലുകളെ പോലെ കിലോമീറ്ററുകളോളം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് ഇപ്പോഴും പരിമിതികളുണ്ട്. കൂടാതെ മോശം കാലാവസ്ഥയിൽ തരംഗങ്ങളുടെ തീവ്രത കുറയാനും സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാൻ US സൈന്യം ഇപ്പോൾ ഒരു ലെയർ ഡിഫൻസ് പ്ലാൻ ചെയ്യുകയാണ്. അതായത് ദൂരെയുള്ള ഡ്രോണുകളെ തകർക്കാൻ ലേസർ ആയുധങ്ങളും അടുത്തേക്ക് വരുന്ന ഡ്രോൺ കൂട്ടങ്ങളെയൊക്കെ നേരിടാനായിട്ട് മൈക്രോവേവ് സിസ്റ്റവും ഉപയോഗിക്കുക. ചുരുക്കത്തിൽ ഡ്രോണുകൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും ബാക്കിയുണ്ടാവില്ല. ഭാവിയിലെ യുദ്ധങ്ങൾ റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തമ്മിലുള്ളതാകുമെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത്തരമൊരു യുദ്ധക്കളത്തിൽ ഈ അദൃശ്യ കിരണങ്ങളായിരിക്കും നിർണായക ശക്തി. വിമാനത്താവളങ്ങൾക്കും തന്ത്രപ്രധാനമായ കെട്ടിടങ്ങൾക്കും ഭീഷണിയാകുന്ന ഡ്രോണുകളെ സിവിലിയൻ മേഖലകളിൽ പോലും അപകടമില്ലാതെ താഴെ ഇറക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും. US സൈന്യം ഈ സിസ്റ്റം വാഹനങ്ങളിലും കപ്പലുകളിലും ഘടിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ കൂടി ഇപ്പോൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കണ്ടതും കേട്ടതും വെറും ഒരു ആയുധ പരീക്ഷണമല്ല, മറിച്ച് യുദ്ധചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം തന്നെയാണ്. കല്ലും വില്ലും ഉപയോഗിച്ച് തുടങ്ങിയ മനുഷ്യൻ ഇന്ന് അദൃശ്യമായ തരംഗങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഡ്രോണുകൾ സൃഷ്ടിച്ച വെല്ലുവിളിക്ക് അമേരിക്കൻ സൈന്യം നൽകുന്ന ഈ മറുപടി വരും കാലങ്ങളിൽ മറ്റ് ലോകശക്തികളും പിന്തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാലത്ത് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന റേ ഗണ്ണുകൾ ഇപ്പോൾ യുദ്ധകളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. യന്ത്രങ്ങൾ മനുഷ്യനേക്കാൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഭാവിയിലെ യുദ്ധകളങ്ങളിൽ ഇത്തരം ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ആയിരിക്കും നമ്മുടെ സുരക്ഷാ കവചം. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. സാങ്കേതിക വിദ്യ ഇത്രത്തോളം മാരകമാകുമ്പോൾ ലോകം കൂടുതൽ സുരക്ഷിതമാവുകയാണോ അതോ മറ്റൊരു വലിയ ഭീഷണിയിലേക്കാണോ നാം നീങ്ങുന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.